ആയുർവേദ ആചാര്യൻ പത്മഭൂഷൺ ഡോക്ടർ പി.കെ. വാര്യർക്ക് ഇന്ന് 100ാം പിറന്നാൾ. കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ മാത്രമല്ല ആയുർവേദത്തിന്റെ ആകെ വളർച്ചയുടെയും വികാസത്തിന്റെയും ഒരു നൂറ്റാണ്ടാണ് പി.കെ. വാര്യരുടെ 100ാം പിറന്നാളിലൂടെ ആഘോഷിക്കപ്പെടുന്നത്. കോവിഡ് നിയന്ത്രണങ്ങൾ രൂക്ഷമായ സമയമായതിനാൽ ഇന്നത്തെ ദിവസം കോട്ടക്കലിൽ ആഘോഷങ്ങളൊന്നും തന്നെ ഇല്ല. പനിയമ്പള്ളി കൃഷ്ണൻകുട്ടി വാര്യർ എന്ന പേര് പി.കെ. വാര്യർ എന്ന് ചുരുങ്ങിയപ്പോൾ വികസിച്ചത് ആയുർവേദവും കോട്ടക്കൽ ആര്യവൈദ്യശാലയുമാണ്. 1921 ജനനം. അച്ഛൻ കോടിത്തലപ്പണ ശ്രീധരൻ നമ്പൂതിരി, അമ്മ പാർവതി വാരസ്യാർ എന്ന കുഞ്ചി. അമ്മാവൻ കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ സ്ഥാപകൻ വൈദ്യരത്നം P.S. വാര്യർ. 1954 മുതൽ കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ മാനേജിംഗ് ട്രസ്റ്റി സ്ഥാനത്ത് പി.കെ. വാര്യരുണ്ട്. ഇന്നും സ്ഥാപനത്തിലെ എല്ലാ തീരുമാനങ്ങളുടെയും അന്തിമവാക്ക് ഇദ്ദേഹത്തിന്റെ തന്നെ. ആയുർവേദത്തിന്റെ അടിസ്ഥാന സത്തകൾ നിലനിർത്തിക്കൊണ്ടുതന്നെ ആധുനികവൽക്കരണത്തെ ഒപ്പം കൂട്ടി പി.കെ. വാര്യർ. ആധുനിക മരുന്ന് നിർമ്മാണ പ്ലാന്റുകളിൽ നിന്ന് കഷായവും തൈലവും ഭസ്മങ്ങളും ഗുളികയും ജെല്ലും ക്യാപ്സ്യൂളുമൊക്കെയായി വിപണിയിലെത്തി. കോട്ടക്കലിന് പുറമെ കേരളത്തിലെ വിവിധ നഗരങ്ങളിലും ഡൽഹി, മുംബൈ, ബാംഗ്ലൂർ തുടങ്ങി രാജ്യത്തെ പ്രധാനയിടങ്ങളിലും ആയുർവേദ ആശുപത്രികൾ തുടങ്ങി. ഗവേഷണങ്ങൾ നടത്തി സ്വയം നവീകരിച്ച് ആയുർവേദത്തെ കാലാനുസൃതമായി നിലനിർത്തുന്നതിലും പി.കെ. വാര്യരുടെ ദീർഘദർശനം തെളിഞ്ഞു കാണാം. പി.കെ. വാര്യരുടെ ക്യാൻസർ ചികിത്സ ഒട്ടേറെ പേർക്കാണ് ആശ്വാസമാകുന്നത്. അദ്ദേഹം വളരെ നല്ലൊരു ചികിത്സകനാണ്, അതേപോലെ തന്നെ നല്ലൊരു ഭരണാധികാരിയാണ്. ഈ 1954 മുതൽ ഇതുവരെ 2021 വരെ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ആ ഉൾക്കാഴ്ചയും ആശയങ്ങളും അതേപോലെ നിർദ്ദേശങ്ങളും ഒക്കെയാണ് നമ്മൾ പിന്തുടർന്നു വരുന്നത്. കവയിത്രി കൂടിയായ ഭാര്യ മാധവിക്കുട്ടി 1997 അന്തരിച്ചു. മക്കൾ ഡോക്ടർ കെ. ബാലചന്ദ്ര വാര്യർ, അന്തരിച്ച കെ. വിജയൻ വാര്യർ, സുഭദ്ര രാമചന്ദ്രൻ. 1999 പത്മശ്രീ, 2010 പത്മഭൂഷൺ കൂടാതെ അനവധി അവാർഡുകളും ഈ മഹാപ്രതിഭയെ തേടി വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനേക്കാളൊക്കെ മഹത്തരമായ അംഗീകാരം ഇവിടെ എത്തി രോഗമുക്തി നേടി മടങ്ങിപ്പോകുന്ന അനേകമായിരം ആളുകളുടെ മനസ്സിൽ നിന്നുള്ള ആദരവാണ്, പുഞ്ചിരിയാണ്. കൈലാസമന്ദിരത്തോട് ചേർന്നുള്ള പത്തായപ്പുരയിൽ സന്ദർശകരിൽ നിന്ന് അകലം പാലിച്ച് എന്നാൽ കർമ്മനിരതനായി തന്നെ സബര്യ തുടരുകയാണ് ശതപൂർണിമയുടെ തേജസ്സോടെ ഈ ഋഷിതുല്യ ആചാര്യൻ. അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. ആയുർവേദം എന്നാൽ ആയുസ്സിൻ്റെ വേദം എന്നുകൂടി വ്യാഖ്യാനിക്കാം. ആ വേദസത്തെ സ്വന്തം ജീവിതത്തിൽ സ്വാംശീകരിച്ച യോഗിയാണ് പി.കെ. വാര്യർ. സ്വജീവിതത്തിലൂടെ ആയുർവേദത്തിൻ്റെ മൂല്യം ലോകത്തിന് സന്ദേശമായി നൽകുകയാണ് അദ്ദേഹം. തറവാടായ കൈലാസമന്ദിരത്തോട് ചേർന്നുള്ള പത്തായപ്പുരയിലാണ് ആയുർവേദ ആചാര്യൻ പി.കെ. വാര്യർ ഇപ്പോൾ വിശ്രമിക്കുന്നത്. കോവിഡ് വ്യാപനം അതിരൂക്ഷമായതുകൊണ്ട് തന്നെ മക്കളടക്കം 4-5 പേർക്ക് മാത്രമാണ് ഇവിടേക്ക് പ്രവേശനം. ഇപ്പോഴും പി.കെ. വാര്യരുടെ ദിവസം പുലർച്ചെ 4:30 തുടങ്ങും. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ജീവിതചര്യയെപ്പറ്റി പേരമകൻ ദീപക് വിജയൻ പറയുന്നു. രാവിലെ 4:45 ആകുമ്പോഴേക്കും നീക്കും. മൂപ്പര പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിയും. അത് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം വായനയ്ക്കാണ്. മൂപ്പര് വായിച്ചുകൊണ്ടിരിക്കും. ഒരു 7-7:15 ആകുമ്പോൾ അദ്ദേഹത്തിനെ കുളിപ്പിക്കാനുള്ള ആൾ വരും. പിന്നെ കുളി ദേവാലയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് വിഷ്ണുസഹസ്രനാമം, അങ്ങനെ നാരായണീയം പലതും അദ്ദേഹം കാലങ്ങളായിട്ട് ചൊല്ലുന്ന നാമങ്ങളൊക്കെ ചൊല്ലും. പിന്നെ ഒരു 9 മണിയോട് കൂടിയിട്ടാണ് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്, ലഘുവായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ 10 മണിയോട് കൂടിയിട്ട് മൂപ്പര് ഒഫീഷ്യൽ കാര്യത്തിന് വേണ്ടി റെഡിയാവും. ഇപ്പോൾ മൂപ്പര് മാനേജിംഗ് ട്രസ്റ്റി ആണല്ലോ, അപ്പോൾ ഓഫീസിൽ നിന്ന് ആൾക്കാർ വരും, ഫയലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു 12 മണി വരെ മൂപ്പര് നല്ല തിരക്കുള്ള ആൾ തന്നെയാണ്. അത് കഴിഞ്ഞ ഒരു 12:45 കൂടിയിട്ട് ഉച്ചഭക്ഷണം കഴിക്കും. അതും ലഘുവായിട്ട് നമ്മളൊക്കെ സാധാരണ വീട്ടിൽ കഴിക്കുന്ന അതേ ഭക്ഷണം. അത് കഴിഞ്ഞാൽ ഒരു വിശ്രമമുണ്ട്, ഒരു മണിക്കൂർ. അത് കഴിഞ്ഞാൽ വൈകുന്നേരം വീണ്ടും മൂപ്പര നടത്തവും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ മുറിയിൽ നടത്താനുള്ള സൗകര്യമുണ്ട്. ആയുർവേദ ശൈലിയിലുള്ള ആയുർവേദം അനുശാസിക്കുന്ന ഭക്ഷണക്രമമാണ് പി.കെ. വാര്യർ ജീവിതത്തിൽ ഉടനീളം സ്വീകരിച്ചിട്ടുള്ളതെന്ന് മരുമകനും കോട്ടക്കൽ ആര്യവൈദ്യശാല ട്രസ്റ്റിയുമായ പി. രാഘവ വാര്യർ. ആയുർവേദത്തിൻ്റെ തന്നെയുള്ള ജീവിതമാണ് അദ്ദേഹം ജീവിക്കുന്നത്. ഇപ്പോൾ ഭക്ഷണം ഒക്കെ ആണെച്ചാൽ ആ ആയുർവേദത്തിൽ പറയുന്നതുമായില്ല, എല്ലാം അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. പക്ഷെങ്കിലും ഇപ്പോൾ പഴങ്ങൾ അത് അധികം കഴിക്കണം എന്നുള്ള എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ഏത് പഴമാണ് നല്ലത് നോക്കിയിട്ട് അത് കുറച്ച് ദിവസം അത് കഴിക്കും. പിന്നെ മാറ്റം വേണമെന്നുണ്ടെങ്കിൽ അത് മാറിക്കഴിക്കും. പിന്നെ പൊടിയരി ചോറ് കുറച്ച് സാധാരണ ഒന്ന് വലിയ അരി ചോറാകുമ്പോൾ ചിലപ്പോൾ ദഹനം ശരിയായില്ലെങ്കിലും വെച്ചാൽ പൊടിയരി ചോറാണ് അദ്ദേഹം കഴിക്കുക. കോവിഡ് വ്യാപനം അതിരൂക്ഷമായതോടെയാണ് പി.കെ. വാര്യർ സന്ദർശകരെ ഒഴിവാക്കിയത്. അതുകൊണ്ട് 100ാം പിറന്നാൾ ദിനത്തിൽ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന് ചെറിയ ഖേദമുണ്ട്.
മൂപ്പർക്ക് വിഷമം മറ്റേ ഭക്ഷണം കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളത് മാത്രമാണ് കാര്യമായിട്ട്. സത്യം പറഞ്ഞാൽ ആൾക്കാരെ വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കുക, അതായത് ഇപ്പോൾ നമ്മുടെ ആര്യവൈദ്യശാലയിലത്തെ ആൾക്കാർ എല്ലാവരെയും വിളിച്ചിട്ട്, അതാണ് മൂപ്പർക്ക് ആഗ്രഹമുള്ളൊരു കാര്യം. അത് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള വിഷമമുണ്ട്. ഇനി നിയന്ത്രണങ്ങളെല്ലാം ഒഴിവാകുന്ന സമയത്ത് ശതപൂർണിമ ആഘോഷങ്ങൾ വിപുലമായി സംഘടിപ്പിക്കാനാണ് കുടുംബാംഗങ്ങളുടെ ആലോചനകൾ. അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, News 18. അനുമോദ് ശരിയാണ് വിവരങ്ങളുമായി. അനുമോദ് ഈ പറഞ്ഞതുപോലെ നിയന്ത്രണങ്ങളുടെ കാലമാണ്. കോവിഡ് കാലമായതുകൊണ്ട് തന്നെ അദ്ദേഹം സന്ദർശകരെയൊക്കെ ഒഴിവാക്കി പത്തയപ്പുരയിൽ സ്വസ്ഥ ജീവിതം നയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേരമകൻ പറഞ്ഞ പോലെ ആളുകൾക്ക് ഒരു പിറന്നാൾ ദിവസമായി, പ്രത്യേകിച്ച് 100ാം പിറന്നാളായിട്ട് ഭക്ഷണം നൽകാൻ കഴിയുന്നില്ലല്ലോ എന്നൊരു സങ്കടം അദ്ദേഹത്തിനുണ്ട് എന്ന് പറയുന്നു. ഏതായാലും ഈ സങ്കടമൊക്കെ മാറും. ആ കാലത്ത് വലിയ ആഘോഷം, ശതപൂർണിമ വലിയ ആഘോഷമാക്കാനുള്ള ഒരുക്കത്തിൽ തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും കോട്ടക്കൽ ആര്യവൈദ്യശാലയിലെ ജീവനക്കാരുമെല്ലാം. പിറന്നാൾ ദിനത്തിൽ ധാരാളം പേർ അദ്ദേഹത്തിന് ആശംസയുമായി എത്തുന്നുണ്ട്. എന്താണ് അവിടെ നിന്ന് അനുമോദന് നൽകാൻ കഴിയുന്ന വിവരം? നമുക്കറിയാം 100 വർഷം ഒരു സാർത്ഥകമായ ജീവിതം എന്നൊക്കെ പറയാവുന്ന തരത്തിൽ ആയുർവേദത്തിൻ്റെ മഹത്വം ലോകമെങ്ങും എത്തിച്ച ഒരു വലിയ മനുഷ്യൻ്റെ 100ാം പിറന്നാളാണ്. എന്താണ് അവിടെ നിന്ന് അനുമോദനം നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ലല്ലു, രഞ്ജിനി, ഇദ്ദേഹത്തിൻ്റെ 100ാം പിറന്നാൾ ഒരു കുടുംബത്തിൻ്റെയോ ഒരു സ്ഥാപനത്തിൻ്റെയോ ഒരു നാടിൻ്റെയോ അല്ല, മറിച്ച് ഒരു ശാസ്ത്രശാഖയുടെ തന്നെ ആഘോഷമായിട്ട് വേണം നമുക്ക് കണക്കാക്കാൻ. കാരണം ആയുർവേദം എന്ന ഒരു ശാസ്ത്രശാഖയെ ഇത്രയുമേറെ വളർത്തി വലുതാക്കിയ, വികസിപ്പിച്ച, അതിനെല്ലാം തന്നെ ചാലശക്തിയായ മറ്റൊരു വ്യക്തി ഇന്ന് ജീവിച്ചിരിപ്പില്ലാവർക്കില്ല. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ആഘോഷം, അതായത് അദ്ദേഹത്തിൻ്റെ 100ാം പിറന്നാളെന്ന് വെച്ചാൽ ആയുർവേദത്തിൻ്റെ തന്നെ ഒരു നാഴികക്കല്ലിൻ്റെ ആഘോഷം എന്നത് തന്നെ വേണം കരുതാൻ. പക്ഷേ നിലവിലെ സാഹചര്യങ്ങൾ ഇത് വലിയ തോതിലൊരു വിപുലമായ ഒരു ആഘോഷമായിട്ടൊക്കെ നടത്താൻ തന്നെ നേരത്തെ ആര്യവൈദ്യശാല നിശ്ചയിച്ചിരുന്നതാണ്. പക്ഷേ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കേണ്ട സാഹചര്യമാണിപ്പോൾ. കോവിഡ് വ്യാപകമായി പടർന്നു പിടിക്കുന്ന സാഹചര്യമാണിപ്പോൾ. അതുകൊണ്ട് തന്നെ ഇത്തവണ ഓൺലൈനായിട്ട് ചില പരിപാടികൾ സംഘടിപ്പിക്കുക. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ കഴിഞ്ഞ ആഴ്ച ഈ ശതപൂർണിമ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് ഓൺലൈനായിട്ടാണ്. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് ചില സെമിനാറുകൾ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇനി ആളുകളെല്ലാം തന്നെ ഒത്തുചേർന്ന് വലിയ ഒരു ആഘോഷമാവുന്നത് ഒരുപക്ഷെ ഈ ഒരു കോവിഡ് നിയന്ത്രണങ്ങളൊക്കെ മാറി അതിൻ്റെ ഒരു സാഹചര്യം വരുമ്പോഴായിരിക്കും. എന്താണെങ്കിലും അത് ഏറെ വൈകില്ല എന്ന് തന്നെ വേണം കരുതാൻ. അദ്ദേഹം ഇപ്പോഴും കർമ്മനിരതനായി തന്നെ നിലകൊള്ളുകയാണ്. നേരത്തെ നമ്മൾ വാർത്തയിലൊക്കെ പറഞ്ഞതുപോലെ ഇപ്പോഴും അദ്ദേഹമാണ് കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ സുപ്രധാന തീരുമാനങ്ങളെല്ലാം, എല്ലാ തീരുമാനങ്ങളുടെയും അവസാന വാക്ക്. ഏത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ഏത് കാര്യത്തിനു വേണ്ടിയും അവസാനമായിട്ട് ഒരു തീരുമാനം, ഒരു നിശ്ചയം പറഞ്ഞ അദ്ദേഹമാണ്. സ്വാഭാവികമായിട്ടും ഈ ഒരു നിയന്ത്രണങ്ങൾക്കിടയിലും അദ്ദേഹം അതുതന്നെ സദാ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആയുർവേദമാണ് ഈ ആയുസിൻ്റെ വേദം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് തന്നെ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു എന്നാണ് കാര്യം. നമ്മൾ കഴിഞ്ഞ ദിവസമായിട്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളോടൊക്കെ ഒരുപാട് കാണുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം ആയുർവേദത്തിലൂടെ എങ്ങനെ ഒരാൾക്ക് ഈ ജീവിതം ജീവിച്ചു തീർക്കാം, അല്ലെങ്കിൽ ആയുർവേദം എങ്ങനെയാണ് ജീവിതത്തെ സ്വാധീനിക്കുന്നതെന്നൊക്കെ സ്വന്തം ജീവിതത്തിലൂടെ തന്നെ അദ്ദേഹം ലോകത്തിന് കാണിച്ചു തന്ന ഒരു മഹാൻ കൂടിയാണ്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ എല്ലാവർക്കും നിരാശയുണ്ട്. ഈ കോവിഡ് കാലത്ത് ഇത്തരത്തിൽ ആർക്കും ഒത്തുചേരാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ആഘോഷങ്ങൾ സംഘടിപ്പിക്കാനോ കഴിയാത്തതിന് നിരാശ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഏറെ വേഗം തന്നെ അതൊക്കെ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും. ലല്ലു, അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ആയുർവേദത്തിൻ്റെ ഒരു മഹത്വം ലോകം മുഴുവൻ എത്തിച്ച ശ്രീ PK വാര്യർ അദ്ദേഹം ഇന്ന് 100ാം ജന്മദിനം ആഘോഷിക്കുകയാണ്. കോവിഡ് നിയന്ത്രണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വലിയൊരു ആഘോഷത്തിലേക്ക് ഇന്നില്ല. പക്ഷേ ഈ കാലം കഴിഞ്ഞാൽ, ഈ നിയന്ത്രണങ്ങളുടെ കാലം അവസാനിച്ചാൽ ശതപൂർണിമ വലിയ ആഘോഷമായി നടത്താൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും കോട്ടക്കൽ ആര്യവൈദ്യശാലയും എല്ലാം തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഒരുപാട് പേരിലെ അദ്ദേഹത്തിന് ആശംസ അറിയിച്ച് നിരവധി പ്രമുഖർ എത്തിയിട്ടുണ്ട്. ഈ ഒരു നല്ല ദിവസത്തിൽ ആ പ്രതികരണങ്ങളിലേക്ക്, ആ ആശംസകളിലേക്കാണ്. ആയുർവേദാചാര്യനും കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ മാനേജിംഗ് ട്രസ്റ്റിയുമായ പത്മഭൂഷൺ ഡോക്ടർ PK വാര്യർക്ക് 2021 ജൂൺ 8-ാം തീയതി 100 വയസ്സ് പൂർത്തിയാവുന്നു എന്നറിഞ്ഞതിൽ അതിയായ സന്തോഷം. 100ാം പിറന്നാൾ ആഘോഷിക്കുവാനുള്ള അവസരം വളരെ അപൂർവമായി ലഭിക്കുന്ന ഒന്നാണ്. അദ്ദേഹത്തിന് കൂടുതൽ കർമ്മോത്സുകതയോടെ ആയുർവേദത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിനും ഇനിയും സ്വന്തം കർമ്മമേഖലയെ ഔന്നത്യങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ജഗദീശ്വരൻ ആയുരാരോഗ്യ സൗഖ്യം കൊടുത്ത് അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ എന്നാശംസിക്കുന്നു. പ്രാർത്ഥനയോടെ മോഹൻലാൽ.
പ്രിയങ്കരനായ PS വാര്യരുടെ 100ാം ജന്മദിനം ആ ഒരു നിറവിലാണല്ലോ അദ്ദേഹവും ഞങ്ങൾ മലപ്പുറം ജില്ലക്കാരുള്ളത്. മലപ്പുറം ജില്ലയുടെ ഉപദേശാസ്ത്ര പാരമ്പര്യത്തിൻ്റെ ഒരു പിതാവ് എന്ന രീതിയിൽ തന്നെ വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒരു വ്യക്തിത്വമാണ് PS വാര്യർ. ഇപ്പോഴും അദ്ദേഹം നല്ല ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് തന്നെ ജീവിക്കുന്നു. അദ്ദേഹത്തിന് ഇനിയും അനേകം പിറന്നാളുകൾ ആഘോഷിക്കാനുള്ള സൗഭാഗ്യമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ആയുർവേദത്തിൻ്റെ സർവശക്തനായ കോട്ടക്കൽ ശ്രീ PK വാര്യർ 100 വർഷം ജീവിതം പിന്നിട്ട ഒരു മഹാമനുഷ്യനാണ്. കേരളത്തെ ലോകത്തിൻ്റെ മുമ്പിൽ അരിവ് ഉയർത്തിപ്പിടിച്ച് പ്രത്യേക ചികിത്സാവിധി ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത ആയുർവേദത്തിൻ്റെ കുലപതി കൂടിയാണ് ശ്രീ PK വാര്യർ. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ മഹത്തായ ആയുർവേദ ചികിത്സാ കേന്ദ്രത്തിനും എല്ലാവിധ നന്മകളും ആഗ്രഹിക്കുന്ന ഒരാൾ, എല്ലാ വളർച്ചയും ആഗ്രഹിക്കുന്ന ഒരാൾ എന്ന നിലയിൽ ഈ ദിനം ഞാൻ പ്രത്യേകം സ്മരിക്കുന്നു. അപാരമായ മനുഷ്യസ്നേഹത്തിൻ്റെയും അടിയുറച്ച സാമൂഹ്യ പ്രതിബദ്ധതയുടെയും അസ്ഥിവാരത്തിലാണ് വൈദ്യരത്നം PS വാര്യർ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല പണിഞ്ഞുയർത്തിയത്. അതിൻ്റെ ഗുണമൊട്ടും ചോരാതെ അതിനെ വിശ്വപ്രസിദ്ധമായ ഒരു പ്രസ്ഥാനമാക്കി മാറ്റുന്നതിൽ ശ്രീ PK വാര്യർ വഹിച്ച പങ്ക് നിസ്തുലമാണ്. ലളിതമായ ജീവിതശൈലിയും പ്രസാദപൂർണമായ ആ സാന്നിധ്യവും ഒരിക്കൽ കണ്ടവർക്ക് ജീവിതത്തിൽ ഒരിക്കലും പിന്നെ മറക്കാനാവില്ല. കറയില്ലാത്ത ആ മനസ്സിനും ശരീരത്തിനും 100 ആണ്ട് തികയുകയാണ്. ആ സൂര്യ തേജസ്സിനു നേർക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ഞാൻ കൈകൾ കൂപ്പുന്നു. എല്ലാ നന്മകളും ഇനിയും ഉണ്ടാവട്ടെ എന്ന് വിനയപൂർവ്വം ആശംസിക്കുന്നു. PK വാര്യർക്ക് പ്രമുഖർ ജന്മദിനാശംസകൾ നേരുകയാണ്.